ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ ചെയ്യാൻ പോകുന്നത്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, കയറി ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ മോർണിംഗ് എഴുന്നേറ്റു, ഫ്രഷ് ആയിട്ടോ. അപ്പോൾ ഞാൻ അത്താഴത്തിന് എണ്ണീറ്റുണ്ടായിട്ടില്ല, ഉറങ്ങിപ്പോയി. അങ്ങനെ ഇതാ ഫ്രഷ് ആയതിനു ശേഷം അപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ഡള്ളായിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഫേസ് മാസ്ക് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നിട്ട് വേണം കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പഴുത്ത തക്കാളി കേട്ടോ. കുറച്ചും കൂടെ നല്ല പഴുത്ത എടുക്കുക, എന്നിട്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഫേസിലിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3rd സെം എക്സാം ആട്ടോ. എപ്പം പോലെ തന്നെ കോൺകോഡ് കോളേജിൽ തന്നെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആട്ടോ എക്സാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വെയിൽ കൊള്ളാൻ പോകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിതൊന്ന് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ സ്കിന്നിൽ ചെറിയൊരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീക്കിലി ഇതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നമ്മളിതാ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10:30ക്കാണ് എനിക്ക് ബസ്. അപ്പോൾ ഞാൻ ആ ടൈമാണ് പോവാറ് കേട്ടോ. അങ്ങനെ ഇതാ കുന്നൊക്കെ കയറിയിട്ട് പോവുകയാണ്. അങ്ങനെ ബസ്സൊക്കെ കയറി നമ്മൾ കണ്ണൂരെത്തി. അപ്പോൾ അവിടുന്ന് നമുക്ക് കോൺകോഡ് കോളേജിലേക്കുള്ള ബസ് കയറണം. അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് കോൺകോഡ് കോളേജിലേക്കുള്ള ബസ് കയറി കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ കൂടെ നന്ദോസാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, സംസാരിച്ച് ഇരുന്ന് അങ്ങനെ കോളേജെത്തി. അപ്പോൾ കോളേജിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ കോളേജിലേക്ക് കയറുമ്പോൾ ഒന്ന് ലേറ്റായിപ്പോയി കേട്ടോ. 1:30ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 1:30 ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൾ ടിക്കറ്റൊക്കെ പുറത്തെടുത്തിട്ട് വേഗം പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ ഗൈസ് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു. അങ്ങനെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ വ്യൂ ഒക്കെ നോക്കിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ചങ്ങായിമാരായിട്ട് സാന്ദ്ര, ഫിദു, നന്ദു. അങ്ങനെ ഇതാ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ അവിടുന്ന് ബസ് കയറി സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഞാൻ ഉമ്മാനും അനിയത്തിനും വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവർക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഫാമിലിയിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്തു. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ വാങ്ങിട്ടോ. പിന്നെ വാങ്ങിക്കൊടുക്കാനായതുകൊണ്ട് നമ്മൾ വേഗം സ്റ്റാൻഡിലോട്ട് പോയി. എന്നിട്ട് അവിടെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അവിടുന്ന് ഒരു ചിക്കു ഷേക്ക് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ അത് കുടിച്ചിട്ട് വേഗം ഇറങ്ങി. പിന്നെ ഇതാ ബസ് പിടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് പഠിക്കാനിരുന്നു. നമുക്ക് വീണ്ടും എക്സാം ഉണ്ടല്ലോ പിറ്റേന്ന്. അപ്പോൾ അതിൻ്റേത് പഠിക്കാനിരുന്നു. അങ്ങനെ പഠിച്ച് ഉറങ്ങി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.